ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയർ സെലിബ്രേഷൻ്റെയും വൈബ് തുടങ്ങും. ഇന്ന് ഞാൻ 24th നൈറ്റാണ് ഈ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയത്. ഈ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചർച്ചിലൊക്കെ പോയതിന് ശേഷം ഇച്ചിരി ലൈറ്റ് കാണാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രമാണ് രാത്രി പോയിട്ടുണ്ടായിരുന്നത്. വർക്കലയുടെയും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ നടുക്കായിട്ട് ഒരു ഭാഗത്താണ് ഞങ്ങൾ അവിടെ ഒരു ഫാമിലി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നപ്പോൾ ഏർലി മോർണിംഗ് 10 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. എല്ലാ സംഭവം ബീഫല്ലല്ലോ മട്ടൻ, അതുപോലെ തന്നെ ബ്രെഡ് എല്ലാം ഉണ്ടായിരുന്നു. അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, സാമ്പാർ, പായസം, നല്ല അടപ്പായസം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള കാര്യമാണ് മുന്തിരി ജ്യൂസ്. ആ മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞു തരാം. എനിക്ക് അടിപൊളിയായിരുന്നു, നല്ല മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല ബനാന പ്ലം കേക്ക്, പുഡിംഗ് കേക്കാണ്. പ്ലം കേക്ക് ഇഷ്ടംപോലെ കഴിച്ചു കേട്ടോ. ഇപ്രാവശ്യം ന്യൂ ഇയർ സ്റ്റാർട്ടിങ് തൊട്ട് പ്ലം കേക്കും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും റെഡ് വെൽവെറ്റും ഇതൊക്കെ തന്നെയായിരുന്നു കഴിപ്പ്. ഇതെല്ലാം നമ്മുടെ പുഡിംഗ് കേക്ക് കഴിച്ചതിന് ശേഷം പടക്കമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇച്ചിരിയേ കണ്ടുള്ളൂ കേട്ടോ. പടക്കവും കമ്പിത്തിരിയും ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. കുറേ സ്ഥലങ്ങൾ പോയി, ഞാൻ കുറച്ച് മാത്രം തന്നെ ഇടുന്നുള്ളൂ. ഒരു സ്ഥലത്തിൽ പോയതിൻ്റെ മാത്രം തന്നെ ഇടുന്നുള്ളൂ, ബാക്കിയില്ല. ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇരിക്കാനുള്ള ആ ഒരു കണ്ട് ആസ്വദിക്കാനാണ് താല്പര്യം കൂടുതലായതുകൊണ്ട് കുറച്ച് ഭാഗം ഒരേ ഒരു ചർച്ചിൽ പോയപ്പോൾ അതിൻ്റെ നല്ല മനോഹരമായ ഡെക്കറേറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് നന്നായിട്ട് ഇങ്ങനെ മരമാണ്, ഇതിങ്ങനെ തൂങ്ങി ലൈറ്റ് ഇട്ടിരിക്കുന്ന മരമാണ്. മരം മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. 4-5 ചർച്ചുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു, 4-5 പ്ലേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എടുക്കാനുള്ള, ഞാൻ പറഞ്ഞില്ല രാമായൺ കോൺസെപ്റ്റിലായിരുന്നു, അത്രയ്ക്ക് റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഞെരുക്കത്തിൽ കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോയി ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ട് ഞാൻ കുറച്ച് ഒരു ഫ്രീ കിട്ടിയപ്പോൾ കുറച്ച് വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല മനോഹരമായിരുന്നു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർ ഏകദേശം ഉള്ളവരൊക്കെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിൽക്കുന്നവരായിരിക്കാം. ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ അന്നുള്ള പരിപാടിയാണ് കേട്ടോ. നൈറ്റ് പോയി നല്ല എല്ലായിടവും കണ്ടു. ഏകദേശം ഒത്തിരി സ്ഥലം കണ്ടു. ബാക്കി സ്ഥലം കാണാത്ത സ്ഥലം പിന്നെ കാണാം. എടുത്തു പറയേണ്ട കാര്യം, ഈ വർഷത്തെ ക്രിസ്മസും ഈ വർഷത്തെ ഡിസംബറും നല്ല സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഒത്തിരി ഹാപ്പിനെസ് ആയിരുന്നു, സന്തോഷത്തിൻ്റെ അറുമതിച്ച ദിവസങ്ങളായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം അത് ഇരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ക്രിസ്മസ് അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഫുഡും ന്യൂ ഇയറിന് ഇനി കുറച്ച് ദിവസം കൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് നല്ല എൻജോയ് ചെയ്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ലൈറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലൈറ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ലൈറ്റ് എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹാപ്പി. ഇപ്പം നമ്മൾ കണ്ട പ്ലേസിലുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് ടോയ്സ്, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സ്ലൈഡ്, ചീപ്പ്, വീട്ടിലുള്ള സാധനങ്ങൾ, അങ്ങനെ ചപ്പർ കുറേ സാധനങ്ങൾ നമ്മൾ അറിയാമല്ലോ, നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഷോപ്പ് ചെയ്യണം. ഈ സമയങ്ങളിൽ ഒത്തിരി നല്ല ഞെരുക്കങ്ങളൊക്കെ ഉള്ള സ്ഥലവുമാണ്. അതുപോലെ തന്നെ സമയമാണ്, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് റേറ്റും കൂടുതലാണ്, അത് എടുത്ത് പറയാനുള്ള കാര്യമാണ്. കാരണം ഈ ഡിസംബർ സീസണാകുമ്പോൾ ഇത് റേറ്റ് കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്ട്രീറ്റിലുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായി കേട്ടോ. രാത്രി ഒരു 11 o'clock ആ സമയത്തൊക്കെ നമ്മൾ വന്ന് അടിപൊളിയായിട്ട് ചിക്കനല്ല കേട്ടോ, സോറി, മട്ടനും അതുപോലെ തന്നെ ബ്രെഡുമാണ് കഴിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു. അങ്ങനെ രാത്രി നമ്മൾ വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പടക്കമൊക്കെ വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.